ഒരുപാട് കണ്ടുവരുന്ന ഒരു പുതിയ ഫാഷനാണ് പാറ്റിയോ എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വളരെ രസമുള്ള ഒരു സംഭവമാണത്. കാരണം നമുക്കൊരു നല്ലൊരു മൈൻഡ് ഒന്ന് ക്ലിയർ ആവും, നല്ലൊരു കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും, നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില ദിക്കുകളും ചില സൗഭാഗ്യങ്ങളും ഉണ്ട്. ഞാനൊരു കണ്ടൊരു വീട്ടിനെ പറ്റിയും അതിൻ്റെ പ്രശ്നത്തെ പറ്റിയും പറയാം. നമ്മളൊരു വീട് കൺസൾട്ടിങ് ചെന്നപ്പോഴത്തേക്ക് അവരിതുപോലൊരു വീട് വെച്ചു. വീട് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുന്നവരാണ്. പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് അവരെന്തോ ചെയ്തു, വീടിനെ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് എടുത്തു, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ എടുത്തു. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്. ഇപ്പൊ 8 ദിക്കുകൾ ഞാനങ്ങ് എഴുതി. 8 ദിക്കുകൾ എഴുതിയാലേ നമുക്ക് കാര്യം മനസ്സിലാവൂ. ഇവരെന്ത് ചെയ്തു, തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരൊരു മാസ്റ്റർ ബെഡ്റൂം ചെയ്തു. ഓക്കെ, വാസ്തുപ്രകാരം നല്ല കാര്യം. അത് കഴിഞ്ഞു തെക്ക് വശത്ത് ഇവരൊരു ഡൈനിങ് ഹാള് പണിഞ്ഞു. ഓക്കെ, തെക്ക് കിഴക്ക് ഇവർ കിച്ചണും പണിഞ്ഞു. ഓക്കെ, അങ്ങനെ വീടിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ പണി ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ടും കൊടുത്തു, ഇതിൻ്റെ അവിടെ ഒരു ലിവിങ് റൂമും കൊടുത്തു. അങ്ങനെ അവർ സെറ്റ് ചെയ്തു. എന്നിട്ട് അവർ ചെയ്തവരെന്ന് പറഞ്ഞാൽ ഇവർ ഈ പാറ്റിയോ പണിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് അവരൊരു പാറ്റിയോ പണിഞ്ഞു. എവിടെയാണ്? സൗത്തിൽ. അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു. ഇവരിത് എങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇവിടെയും ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇവിടെ എയർ സർക്കുലേഷൻ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ ഇവരൊരു ഗ്ലാസും കട്ട് ചെയ്തിട്ടു. അപ്പം ഇവിടെ ഈ സ്ഥലത്തെല്ലാം പില്ലറുകൾ, അതായത് പൈപ്പുകൾ, സ്ക്വയർ ട്യൂബുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും വന്ന് കവർ ചെയ്തിട്ടുണ്ട്, ഇതും ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇത് ഫുള്ള് ക്ലോസ്ഡ് ആണ്. പക്ഷെ കാറ്റും വെളിച്ചവും കിടക്കും. ഇവിടെ അവർ വലിയൊരു ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ക്ലോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്തോട്ട് ഇറങ്ങുകയും ചെയ്യാം, ഇതിനകത്ത് ഇറങ്ങി ഇരിക്കുകയും ചെയ്യാം. ഇവരിവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു. അതിനോടൊപ്പം കുറച്ച് പ്ലാന്റ്സും വെച്ചു. അപ്പം നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ടായി. ഇവിടെ സംഭവിച്ച തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ അറിഞ്ഞിട്ടുമില്ല. ഇവർ വീട് വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് കുറച്ച് പ്രോബ്ലംസ് അവരൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നത്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഇവർക്ക് ഇത് വന്നതോട് കൂടി ഇവരുടെ സൗത്ത് വെസ്റ്റ് കോർണർ അവർക്കങ്ങ് പോയി ഇല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ആയിട്ട് ഇത് ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ മറ്റ് ഭിത്തികളോ കെട്ടുകളോ ഒന്നും വന്നിട്ടില്ല, സ്ക്വയർ ട്യൂബ് മാത്രമേ വന്നിട്ടുള്ളൂ, ഇവിടെ എയർ സർക്കുലേഷനും ഉണ്ട്, പിന്നെ ഇവരിത് ബാധിക്കുമോ എന്നുള്ളതാണ് ഇവരുടെ ഒരു ചോദ്യം. ഉറപ്പായിട്ടും ബാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കന്നിമൂല പോവും. അപ്പോൾ എന്താ പറ്റി, കന്നിമൂല പോയി. കന്നിമൂല പോയാൽ എന്ത് പറ്റും, വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും പൈസയുടെ അധിക ചെലവും ഉണ്ടാവും. അതേപോലെ തന്നെ തെക്ക് കിഴക്കെന്ന് പറയുന്ന മൂലയും, അതായത് സൗത്ത് ഈസ്റ്റ് കോർണറും ഇവിടെ മിസ്സിംഗ് ആയി. ഇവിടെ മിസ്സിംഗ് ആയെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ ഇവിടെ എന്താണ്, വെൽത്തിന്റെ ഏരിയയാണ്, സമ്പത്തിന്റെ ഏരിയയാണ്. ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ പൈസ വന്നാൽ നിൽക്കത്തില്ല, പൈസ വരുന്നതിൻ്റെ ഇരട്ടിക്ക് ചെലവായി, സാമ്പത്തിക പ്രശ്നങ്ങളായി. ഇനി ഇവർക്ക് പേരിനും പ്രസിദ്ധിക്കൊക്കെ മങ്ങലേക്കും. അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഇവരെന്തോ ചെയ്തു, ഒരു പോണ്ട് പണിഞ്ഞു. പോണ്ടിൽ നമുക്ക് എന്താ, വെള്ളമായി. ഫെങ്ഷു പ്രകാരം സൗത്തിന്റെ എനർജി എന്ന് പറയുന്നത് ഫയർ എനർജിയാണ്. ആ ഫയർ എനർജിയുടെ നേരെ ഓപ്പോസിറ്റ് എനർജിയാണ് വാട്ടർ എനർജി. അപ്പം അഗ്നി ഇരിക്കേണ്ട സ്ഥലത്ത് വെള്ളം വന്നാൽ സ്വാഭാവികമായും അഗ്നി കെടുമ്പോൾ അഗ്നി പോയി വെള്ളം വന്നത് നശിപ്പിച്ചു. അപ്പോഴത്തേക്ക് അവരുടെ പേരും പ്രസിദ്ധിക്കുക മങ്ങലേക്കും. ഒരു പാറ്റിയോ കൊണ്ട് വെച്ചിട്ട് ഇവർ 3 പണികൾ വാങ്ങിച്ചു. കന്നിമൂല പോയി, അഗ്നിക്കോണ് പോയി, തെക്കിൻ്റെ എനർജിയും പോയി, തെക്കിൽ അവർ വെള്ളവും കൊണ്ടുവന്നു. അപ്പോൾ പലർക്കും ഇതുപോലെ പല വീടുകളിലും പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളിത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് നോക്കിയും കണ്ടും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമാവും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക.
ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോകാം. 5 എലമെന്റ്സിന്റെ തിയറിയാണ് ഫംഗ്ഷി എന്ന് പറയുന്നത്. അതിൽ എർത്ത് എലമെന്റിനെ സൂചിപ്പിക്കുന്ന ക്രിസ്റ്റൽ ബോൾസ് ആണ്. ഇത് നമുക്ക് സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ 2 ക്രിസ്റ്റൽ ബോൾസ് ഇടുന്നത് അവർ എർത്ത് എനർജിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് കുബേര കോയിൻസ് ആണ്. ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിലൊക്കെ ഇത്തരത്തിലുള്ള കുബേർ കോയിൻസ് വെക്കാവുന്നത് നല്ലതാണ്. നല്ലൊരു റിസൾട്ട് ഇത് നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് ഇത് ഗോമതി ചക്രമാണ്. 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ടുതുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ കൈവശം അലമാരയിലോ പൂജാമുറിയിലോ സൂക്ഷിക്കുന്നത് നല്ല റിസൾട്ട് കൊണ്ടുതരും. ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം വീടിന്റെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വീകരണമുറിയുടെ 4 ദിക്കുകളിലായിട്ട് കോമ്പസിന്റെ സഹായത്തോടു കൂടി ഈ അനിമൽസിനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. വെസ്റ്റ് ഡയറക്ഷൻസിൽ നിങ്ങൾക്ക് വൈറ്റ് ടൈഗർ വെക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റിലാണെങ്കിൽ ഗ്രീൻ ഡ്രാഗൺ വെക്കാം. നോർത്തിലാണെങ്കിൽ ഒരു ടോർട്ടോയ്സ് വെക്കാം. സൗത്തിലാണെങ്കിൽ ഒരു ഫീനിക്സ് ബേർഡിന്റെ സിമ്പൽ വെക്കാം. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.